വയോജന പരിപാലനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേഴ്സിംഗ് പ്രൊസീജിയറായ സ്പഞ്ച് ബാത്ത് എങ്ങനെ നമുക്ക് സുരക്ഷിതവും മാന്യവുമായി കൊടുക്കാമെന്ന് നോക്കാം. കൂടുതലും നമ്മൾ കൊടുക്കുന്നത് ബെഡഡനായിട്ടുള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ ചലനശേഷി കുറവുള്ള പേഷ്യൻസിനുമാണ് നമ്മൾ സ്പഞ്ച് ബാത്ത് കൊടുക്കാറ്. ചെറിയ ചൂടുവെള്ളത്തിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷവർ ജെല്ലോ സോപ്പോ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എടുത്തിട്ട് കോട്ടനായിട്ടുള്ള തുണി വെച്ച് നമ്മൾ പേഷ്യൻറ്റിൻ്റെ മുഖവും തലഭാഗവും എല്ലാം നന്നായിട്ടൊന്ന് തുടയ്ക്കുക എന്നുള്ളതാണ്. മുഖം തുടച്ചതിന് ശേഷം കഴുത്ത്, കൈകൾ, കക്ഷങ്ങൾ, നെഞ്ച്, വയറ് എന്നീ ഓരോ ഭാഗമായും കഴുകി തുടച്ചെടുക്കുക. നമ്മൾ തുടയ്ക്കാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ കഴുകാത്ത ഭാഗങ്ങൾ നമ്മൾ ടവൽ കൊണ്ട് മൂടി വയ്ക്കുക. കാലുകൾ വൃത്തിയാക്കുക. അതിനുശേഷം തുടകൾ, കാലുകൾ, പാദങ്ങൾ, വിരലുകൾക്കിട എന്നിവ നന്നായി വൃത്തിയാക്കുക. പുറംഭാഗം വൃത്തിയാക്കുക. രോഗിയുടെ സുരക്ഷിതമായി വശത്തേക്ക് തിരിച്ച് പുറവും നിതംബ ഭാഗവും വൃത്തിയാക്കുക. ചർമ്മത്തിലെ ചുവപ്പ്, മുറിവ്, പ്രഷർ സോർ എന്നിവ പരിശോധിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചെയ്യേണ്ടത്. ഈ സ്വകാര്യ ഭാഗങ്ങളിൽ പരിചരണം ചെയ്യുമ്പോൾ നമ്മൾ അതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വെള്ളവും തുണികളും മാറ്റിയിട്ട് പുതിയൊരു തുണിയും വെള്ളവും എല്ലാം എടുക്കുക. സ്വകാര്യ ഭാഗങ്ങൾ മുന്നിൽ നിന്ന് പിന്നിലേക്ക് വൃത്തിയാക്കുക. രോഗിയുടെ സ്വകാര്യതയും മാന്യതയും സംരക്ഷിക്കുക എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തേണ്ടതാണ്. അവസാന ഘട്ടത്തിൽ ശരീരം നന്നായി ഉണക്കുക. നമ്മൾ നല്ല കോട്ടനായിട്ടുള്ള തുണികൾ ഉപയോഗിച്ചിട്ട് ശരീരം നന്നായിട്ട് ഉണക്കുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ആവശ്യമായാൽ മോയ്സ്ചറൈസർ പുരട്ടാവുന്നതാണ്. ഓരോ സ്പോഞ്ച് ബാത്തിന് ശേഷവും ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം മാറ്റി പുതിയതും വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിട്ടുള്ള തുണികൾ വിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരിയായ രീതിയിൽ നൽകുന്ന സ്പോഞ്ച് ബാത്ത് ഇൻഫെക്ഷൻ തടയുവാനും ചർമ്മാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു.